ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. ലാലേട്ടൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് എല്ലാം ഇൻഡസ്ട്രി ഹിറ്റ് ഒക്കെ അടിച്ച് എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പൊ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് കിഷ്കിന്ദ കാണ്ഡം പോലത്തെ കഥാപാത്രങ്ങൾ, സിനിമയിലെ കഥാപാത്രങ്ങളൊന്നും എന്നെ തേടി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാ നടന്മാരും അല്ലെ പുതിയ നടന്മാരൊക്കെ എല്ലാവരും പാൻ ഇന്ത്യൻ സിനിമകളുടെ പുറകെയാണ്. പക്ഷെ ലാലേട്ടൻ ഇത്രയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിട്ടും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങളാണ് തേടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു വൃഷഭം എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ ലാർജർ ആൻഡ് ലൈഫ് ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ടിങ്ങിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നി. അപ്പം ഈ പടം എങ്ങനെയാണ് ലാലേട്ടൻ അല്ലെങ്കിൽ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ കഥാപാത്രമാണോ നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലാർജർ ആൻഡ് ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണോ നോക്കുന്നത്? ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് പ്രത്യേകതകളെല്ലായിട്ട് തോന്നി. ഒരു നോർമൽ സിനിമയുടെ കഥയായിട്ടല്ല. റീഇൻകാർണേഷനെ കുറിച്ചുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. റീഇൻകാർണേഷൻ ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാര്യം 2 ഈറയിൽ പറയുന്ന കഥയാണ്. സോ അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞത് തന്നെ അതിൻ്റെ അത് കോണ്ടന്റ് വൈസ് അതിന് ലവ് എന്ന് പറയുന്നതിന് വലിയൊരു സ്ഥാനം, അച്ഛൻ മകൻ എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പിന് വലിയ സ്ഥാനമുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട്, ഞാൻ അതാ പറയാം, സോ മെനി ആക്ഷൻസ്. സാധാരണ സിനിമകൾ കാണുന്നതിൽ കൂടുതൽ ആക്ഷൻ ഉണ്ട്. ഒരു ഡിഫറെൻറ്റ് പീരിയഡിലുള്ള ഫിലിമാണ്. അത്തരം സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഓൾവേസ് ഐ സേ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ മോർ ദാൻ എനി അതർ തിങ്. ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ എന്ന് പറയും. സോ ഐ ഹാഡ് ദ കൈൻഡ് ഓഫ് കോൺഫിഡൻസ് വിത്ത് നന്ദ കിഷോർ. അതുകൊണ്ടാണ് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്തത്. അത് സിനിമ കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം സക്സസ്ഫുൾ എന്നൊക്കെ ഉള്ളത് സിനിമയുടെ റണ്ണിങ്ങിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഫോർ മീ ഈ സിനിമ നല്ലൊരു കഥയായിട്ട് തോന്നി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തോന്നി, അതിൻ്റെ അതൊരു ഇമോഷണൽ വാല്യൂ ഉള്ള സിനിമയായിട്ട് തോന്നി. സോ ഐ ഡിഡ് ദാറ്റ് ഫിലിം. താങ്ക് യു. ലാലേട്ട, ഒരുപാട് നമ്മളിപ്പോ ഒരു സിനിമ കഴിഞ്ഞ തവണ മമ്മൂക്കയുടെ ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറഞ്ഞു, കാണാൻ വയ്യ പുറകിലാണല്ലോ ലാലേട്ട, മമ്മൂക്ക ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറയുന്നുണ്ടായിരുന്നു, ഒരു കഥ എഴുതുമ്പോൾ എനിക്കായിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത്, അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത്, ആ കഥയിലെ ഒരു കഥാപാത്രമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ചെയ്യാവൂ. അപ്പം ലാലേട്ടൻ ചെയ്യുന്ന ഓരോ സിനിമകളും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കഥാപാത്രമായി മാറുമ്പോൾ ഉണ്ടാകുന്ന തിയേറ്ററിൽ എഴുതിയിരുന്ന് കൈയടിക്കുന്ന മൊമെന്റുകളും അല്ലെങ്കിൽ വിസിലടിക്കുന്ന രോമാഞ്ചായിട്ട് ഒരുപാട് മൊമെന്റുണ്ട്. ഇപ്പം ഇതിലെ ട്രെയിലർ കാണുമ്പോൾ പോലും നമുക്ക് നമ്മുടെ പല സിനിമകളിലെ ലാലേട്ടൻ ചെയ്ത ആക്ഷൻ സീനുകളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഇതിലെ ഫൈറ്റ് സീനുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ആ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ അതിന് നേരത്തെ പറഞ്ഞു, ഇതൊരു സാധാരണ സിനിമയായിട്ട് തോന്നിയില്ല. അതിൽ ഒരുപാട് ആക്ഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. അത് നമ്മൾ സാധാരണ കാണാത്ത ആക്ഷൻസ് അല്ല, ലൈക്ക് അതിൻ്റെ പീരിയഡ് ഫിലിമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല. അതിൻ്റെ കണ്ടന്റ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇത് ഋഷഭാന്ത് ഒരു കഥ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല, ഒരു കഥയിലേക്ക് അവരെന്നെ ക്ഷണിക്കുകയായിരുന്നു. വി ഹാവ് എ സ്റ്റോറി ലൈക്ക് ദിസ്, ക്യാൻ യു ആക്ട് ലൈക്ക് ദിസ്? ദിസ് സ്റ്റോറി ഈസ് നോട്ട് റിട്ടൺ ഫോർ മോഹൻലാൽ. എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല. I think am I right, Nanda? You wrote a story, then you invited me to that film. So he can give more ideas on this. Just tell. They want to know. Yeah, I understood the question. I can understand clear Malayali. So, sir, to answer your question, when we write a subject, it will be about a king who is like this. So after you are drafting, and after you cannot draft something keeping some particular aesthetics in mind. Then your story will be inclined towards that particular entity or person or drive. But when you want to write a story in the purest of form, then there will be no imagination. So after the story is done, when you look at the story and when you say that who can do this, who can pull it off, then there was no doubt, no question, it was only Lalatan sir. I did not see another alternate actor for that. So it is a blessing in disguise. This story, after being written, it was destined for Lal sir, is what I can say. ഇവിടെ മറ്റ് ആക്ടേഴ്സും കൂടി ഇവിടെ ഉണ്ട് ലാൽ സാറിനോടൊപ്പം തന്നെ. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ മലയാളത്തിലെ ഡെബ്യൂ ആണ്, മറ്റൊരാൾ നമുക്ക് ഒരുപാട് സുപരിചിതയായിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ലാലേട്ടാ, ലാലേട്ട, ഇപ്പോൾ നോക്കുവാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും സീനിയർ ആക്ടേഴ്സ് മുതൽ ഏറ്റവും ന്യൂ കമേഴ്സ്
കോമ്പിനേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നോക്കുവാണെങ്കിൽ ദൈവത്തിനോട് കോമ്പിനേഷൻ ചെയ്തു. അപ്പം അതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബോണ്ട് ഫീൽ ചെയ്യും നിങ്ങൾ തമ്മിൽ. ഇപ്പം ലാലട്ടൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന ആളോട് ലാലട്ടൻ അത്രയും ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മാജിക് എന്താണ്? ഇപ്പം റീസെന്റ് സംഗീതമായിട്ടായാലും പണ്ട് മുതലും ജഗതിച്ചേട്ടൻ, തിരുവഞ്ചേട്ടൻ, അങ്ങനെ വലിയ ലെജൻസിൻ്റെ കൂടെ ഉൾപ്പെടെ കിഡിലായിട്ട് ബോണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മാജിക് എന്താണ് ശരിക്കും? അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പം എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ when I was doing films with the big actors like Prem Nasi sir or Shivaji Ganeshan sir or Amitabh Bachchan or Rajkumar sir or Nagesh Rao sir, the kind of love and affection they showed it to me, that was a lesson to me, and I have to carry that legacy and I am just giving to them. അതാണ് എൻ്റെ കറക്റ്റ്. അല്ലാതെ അവരെങ്ങനെയാണ് എന്നെ കണ്ടിരുന്നത്, എന്നെ എത്ര നന്നായിട്ടാണ് അവർ സ്നേഹിച്ചിരുന്നത്, എത്ര നന്നായിട്ടാണ് അവര് ഒരു സിനിമയിലേക്ക് പുതുതായിട്ട് പോകുന്ന ഒരു ന്യൂ ആക്ടർ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ഒരു തരത്തിലും ഒരു പുതിയ ആക്ടറാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. They have given all the love and support to me. So it is my right and it is my, എന്താ പറയണ്ടേ, എൻ്റെ ധർമ്മമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ കൂടെയുള്ള കൊളീഗ്സുമായിട്ട് ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യുക, അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ചോദിച്ചാലേ അറിയുള്ളൂ. എനിക്ക് എൻ്റെ ധർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഐ കൺസിഡർ ഇറ്റ് ആസ് മൈ റൈറ്റ് ടു വർക്ക് വെരി ഓണസ്റ്റ്ലി വിത്ത് മൈ കൊളീഗ്സ്. അതാണ് എൻ്റെ ആൻസർ. ലാലട്ടനകത്ത് ഏറ്റവും ഹാർട്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത് ഏതൊരു കോമ്പിനേഷൻ ആയിരിക്കും? ഏറ്റവും എക്സ്ട്രീമിലി നല്ലൊരു മെമ്മറി ആയിട്ട് കിടക്കുന്നത് ഏതായിരിക്കും? എല്ലാ കോമ്പിനേഷനും എനിക്ക് മെമ്മറി തന്നെയാണ്. ഒരാളെ എടുത്ത് പറയാൻ പറ്റില്ല. ഓരോ സിനിമ അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഋഷഭയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ഋഷഭയിൽ നല്ല വളരെ എന്താണ് ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീക്വൻസുകളുണ്ട്. നമുക്ക് മെമ്മറിയിൽ ഇപ്പോൾ ഓടിയെത്തുന്നത് ഋഷഭയിലെ സീനുകളാണ്. ആക്ടിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ഹീറോയിനെക്കാളിലും ലാലട്ടൻ ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസിനെ പറ്റി? Sir, I told you every director wishes to work with the best. So I told in my first line, he's God of acting. What can a director or a writer dream more than that? When the God himself is acting for you, like every scene you write will go to the next level. It is a blessing in disguise. As sir told me, see, there are 100 million people in India. At least 10 lakh people want to be a director. At least 1 lakh people are directing. At least 10,000 have done cinema. 1,000 are recognized. Hundreds have been a stars. In that 100, if Lal sir has done 200 films, in that 100 directors are there. Even when I am not there, my name will be associated with working with such a god of acting and legend. That is more than enough for my life. We have 24 hours and it's not a secret. You can also do. I asked the Almighty something like for the time or some whatever. So he asked me if you have the inclination, I have the time. So I had that inclination and he gave me the time. Thank you very much.